നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ്. ശർമ്മ ഒലി ഇപ്പോൾ ചൈനയിൽ പോവുകയും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാക്കി നേപ്പാളിനെ മാറ്റാൻ ശ്രമിക്കുകയുമാണ്. എന്നു മാത്രമല്ല കെ.പി. ശർമ്മ ഒലി ശരിക്കും അയാള് ഒരു ഇന്ത്യ വിരോധി മാത്രമല്ല, ചൈനയുടെ ഒരു പാവയോ അല്ലെങ്കിൽ പാദസേവകനോ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കി ആ അവസരം ചൈനയുമായി എടുക്കാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്നത് അവിടുത്തെ കറൻസിയിൽ ഇന്ത്യയുടെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാപ്പുകൾ പുറത്തിറക്കുക, നേപ്പാളിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ബന്ധത്തെ വളരെയധികം വഷളാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സോ നമ്മൾ ഓൾറെഡി ഇയാളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ശർമ്മയുടെ നിലപാടുകളെക്കുറിച്ച് നീക്കങ്ങളെക്കുറിച്ച് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒഫീഷ്യലി അദ്ദേഹത്തെ ഇന്ത്യയിലോട്ട് ക്ഷണിക്കാത്തതും. ഭാവിയിൽ ചിലപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു നയതന്ത്ര നീക്കമൊക്കെ ഉണ്ടാകാം. പക്ഷേ നേപ്പാളിനെ ഇന്ത്യ വേറൊരു രീതിയിൽ ആക്ച്വലി ഇന്ത്യ അവിടെ പിടിമുറുക്കിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയ കാര്യം, ഈ ശർമ്മ ഒലി എന്ന് പറയുന്ന ആള് അദ്ദേഹം നേപ്പാളിൽ പോയി ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു, BRIയുടെ ഭാഗമാകാനായിട്ട് ഉള്ള സന്നദ്ധത അറിയിക്കുന്നു. ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നേപ്പാളിലെ മിലിറ്ററി ജനറലിനെ ഇന്ത്യ ഇവിടെ വിശിഷ്ടമായ ഒരു അംഗീകാരം നൽകുന്നതായിരുന്നു ആ ചടങ്ങ്. പ്രസിഡന്റ് മുർമുവിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ആ ഒരു ചടങ്ങാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് നമ്മുടെ പ്രസിഡന്റ് നേപ്പാളിലെ ആർമി സ്റ്റാഫ് ജനറൽ അശോക് രാജിന് ഇന്ത്യൻ ആർമിയുടെ ഓണററി റാങ്ക് നൽകിയിട്ടാണ് ആദരിച്ചത്. അതായത് ശ്രദ്ധിക്കുക, ശർമ്മ ഒലി ചൈനയിലാണ്, ആ സമയത്ത് ഇന്ത്യയിലേക്ക് നമ്മുടെ നേപ്പാളിലെ ആർമി ചീഫിനെ ജനറൽ അശോക് രാജിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി എന്ന ഓണററി റാങ്ക് കൊടുത്തിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്നു. ഇതൊരു കൃത്യമായിട്ട് ഇന്ത്യ നേപ്പാളുമായിട്ട് എത്രത്തോളം ഡീപ്പായിട്ട് സഹകരിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. നേപ്പാൾ മിലിറ്ററിയുമായിട്ടുള്ള ഇന്ത്യയുടെ ആ ഒരു അഭേദ്യമായ ബന്ധത്തിൻ്റെ ഒരു സൂചനയാണ്. സോ എല്ലാ രീതിയിലും ഇന്ത്യ തീർച്ചയായിട്ടും നേപ്പാൾ അടക്കമുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യ സ്വാധീനം നിലനിർത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ കെ.പി. ശർമ്മ ഒലി എന്നല്ല ആര് തലകുത്തി മറിഞ്ഞാലും ഇന്ത്യ നേപ്പാൾ ബന്ധത്തെ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള റിലേഷനെ കട്ട് ചെയ്തിട്ട് അങ്ങ് ചൈനയുമായിട്ട് അടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലല്ല നേപ്പാള് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ സൂചന കൂടിയാണിത് നൽകുന്നത്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമ്മുടെ നേപ്പാൾ ജനറലിന്റെ ഇന്ത്യ വിസിറ്റിന്റെ പുറകിലുണ്ട്. നേപ്പാളിന്റെ പ്രസിഡന്റും സമാനമായ രീതിയിൽ ഇന്ത്യൻ ആർമി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് സമാനമായിട്ടുള്ള ഒരു ഓണററി ജനറൽ പദവി നേപ്പാളിൽ വെച്ച് സമ്മാനിച്ചിരുന്നു. കാത്മണ്ഡുവിൽ വെച്ച് ഒരു സ്പെഷ്യൽ സെറമണിയിൽ വെച്ച് സമ്മാനിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യയും ഇത് കൊടുക്കുകയാണ്. സോ ശർമ്മ ഒലി ആഗ്രഹിച്ചാൽ പോലും ഇന്ത്യ നേപ്പാൾ ബന്ധത്തെ തകർക്കാനോ നേപ്പാളിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് അങ്ങ് ചൈനയുടെ അടുക്കളപ്പുറത്ത് കൊണ്ടുവെക്കാനോ സാധിക്കില്ല. അത്രയേറെ ഇന്ത്യ നേപ്പാളുമായിട്ടുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും അതിൻ്റെ വേരുകളെന്ന് പറയുന്നത് അത് ആഴത്തിലുള്ളതാണ്. അത് ജസ്റ്റ് ഒരു പുറമേ ഉള്ളൊരു റിലേഷൻ അല്ല. ഈവൻ അത് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ പോലെയോ അല്ലെങ്കിൽ ഇന്ത്യ ശ്രീലങ്ക റിലേഷൻ പോലെയോ പോലുമല്ല. ഭൂട്ടാനും നേപ്പാളും ഒക്കെ ആയിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എന്ന് പറയുന്നത് അത് വളരെയധികം ആഴത്തിലുള്ളതാണ്. അതിപ്പോൾ രാഷ്ട്രീയമായിട്ട് ഭരണകൂടങ്ങൾ മാറിയാലോ പ്രധാനമന്ത്രി മാറിയാലോ ഒന്നും തകർന്നു പോകുന്ന ഒരു ബന്ധമല്ല. അതിന് വലിയ രീതിയിലുള്ള ശക്തമായ ഒരു അടിത്തറയുണ്ട്. പതിറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ട ഒരു അടിത്തറയാണ്. സോ ഇന്ത്യ വളരെയധികം ഭംഗിയായിട്ട് ഇന്ത്യയുടെ പോളിസികൾ, ഇന്ത്യക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ശർമ്മ ഒലി അവിടെ പോയി BRI പ്രോജക്റ്റിൽ സൈൻ ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് ഒരു ചുക്കും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം. അതുകൊണ്ട് തന്നെയാണ് ശർമ്മയ്ക്ക് ഇന്ത്യ വലിയ വാല്യൂ കൊടുക്കാത്തത്. കാരണം ശർമ്മയെ കൊണ്ടൊന്നിനും പറ്റുകയുമില്ല. ശർമ്മ വിചാരിച്ചാൽ ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന് ഒരു ചുക്കും സംഭവിക്കാനും പോകുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.